നമസ്കാരം. പേർഷ്യയിലെ ഒരു പ്രസിദ്ധമായ കഥയുണ്ടത്രേ. ഒരിക്കലൊരു പ്രഭാതത്തിൽ മൂടൽമഞ്ഞ് നിറഞ്ഞിരിക്കെ ഒരാൾ ഒരു കുന്നിൻ പുറത്തൂടെ സഞ്ചരിക്കുകയാണ്. അയാൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി ആയുധം കയ്യിൽ കരുതിയിട്ടുമുണ്ട്. അല്പദൂരം ചെന്നപ്പോൾ അയാൾക്ക് തോന്നി തന്നെ നോക്കി ഒരു രൂപം വരുന്നുണ്ട് എന്ന്. അപ്പോൾ അയാൾ ഉറയിൽ നിന്ന് കത്തി വലിച്ചൂരി കയ്യിൽ പിടിച്ചു. അല്പദൂരം കൂടി ചെന്നപ്പോൾ അയാൾക്ക് തോന്നി വരുന്നത് ഒരു ഹിംസ്ര മൃഗമാണെന്ന്. അപ്പോൾ അയാൾ തൻ്റെ കഠാരയിൽ കൈ മുറുക്കി സന്നദ്ധനായി നിന്നു. അല്പദൂരം കൂടി പിന്നിട്ടപ്പോൾ അയാൾക്ക് തോന്നി വരുന്നത് ഒരു മനുഷ്യനാണെന്ന്. അപ്പോൾ അയാൾ മറ്റൊരു കഠാര കൂടി കയ്യിൽ കരുതി. കാട്ടുമൃഗത്തേക്കാൾ ഭയങ്കരനാണല്ലോ എന്ന് വെച്ച്. അല്പദൂരം കൂടി പിന്നിട്ടപ്പോൾ അയാൾക്ക് തോന്നി വരുന്നത് തൻ്റെ അയൽക്കാരനാണ് എന്ന്. അപ്പോൾ അയാൾ രണ്ടാമത്തെ കഠാര പിൻവലിച്ചു. അല്പദൂരം കൂടി പിന്നിട്ടപ്പോഴാണ് അയാൾക്ക് ബോധ്യമായത് വരുന്നത് തൻ്റെ സഹോദരനാണ് എന്ന്. അവിടെ എല്ലാ കഠാരകളും താഴെ വീഴുകയും ആ മഞ്ഞുമൂടിയ പ്രഭാതത്തിൽ ആ കുന്നിൻ ചെരുവിൽ അവർ ആലിംഗനബദ്ധരായി തീരുകയും ചെയ്തു. അപ്പോൾ ഇവിടെ അജ്ഞതയുടെയും സ്വാർത്ഥതയുടെയും മൂടൽമഞ്ഞ് നീങ്ങിയേ മതിയാകൂ. അപ്പോൾ നമുക്ക് നമ്മുടെ സഹോദരനെയും അയൽക്കാരനെയും തിരിച്ചറിയാനൊക്കും. ഈ കഥ ഇവിടെ പറയാൻ കാരണം നാം സുവിശേഷങ്ങളുടെ സുവിശേഷം എന്നറിയപ്പെടുന്ന ലൂക്കായുടെ സുവിശേഷത്തിൽ ആഖ്യാനം ചെയ്യുന്ന നല്ല ശമരിയാക്കാരൻ്റെ കഥ, അതാണല്ലോ നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല ശമരിയാക്കാരൻ്റെ കഥ പ്രൊഫസർ പി.സി. ദേവസ്യ സാറ് സാധോഹോ സമരീയസ്യ ദൃഷ്ടാന്ത എന്ന പേരിൽ തൻ്റെ ക്രിസ്തുഭാഗവത കാവ്യത്തിൽ നൽകിയിട്ടുണ്ട്. അതാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് മുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ചർച്ച തുടരുകയാണ് ഈ എപ്പിസോഡിൽ. ഗുഡ്നസ് ടി.വിയിലെ എല്ലാ മാന്യപ്രേക്ഷകരെയും ഞങ്ങൾ ഭർഗോ ദേവസ്യ ധീമഹി എന്ന് പേരിട്ട് വിളിക്കുന്ന ക്രിസ്തുഭാഗവത ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എന്നത്തെയും പോലെ ഇന്നും നമുക്കൊപ്പം സണ്ണിയച്ചനുണ്ട്. പ്രൊഫസർ പി.സി. ദേവസ്യ സാറിൻ്റെ നേരിട്ടുള്ള ശിഷ്യനും സംസ്കൃത ഭാഷാസ്നേഹിയും സാമൂഹ്യ പ്രവർത്തകനും കാഞ്ഞിരപ്പള്ളി രൂപതാംഗവും എൻ്റെ മാന്യ സുഹൃത്തുമായ സണ്ണി കുരുവിള മണിയാക്കുപാറ എന്ന സണ്ണിയച്ചനെ ഹാർദമായി ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ക്രിസ്തുഭാഗവതത്തിലെ തിരഞ്ഞെടുത്ത ശ്ലോകങ്ങൾ ഗാനാത്മകമായി പാടിത്തരാൻ നമുക്കൊപ്പം കാവ്യ വിനോദ് എന്ന ഗവേഷണ വിദ്യാർത്ഥിയുണ്ട്. കാവ്യയെയും ഈ എപ്പിസോഡിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പക്ഷേ നമ്മൾ ഇന്നും പതിവ് തെറ്റിച്ചില്ല. നമ്മൾ ഒരു കഥ പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡും ആരംഭിച്ചത്. സാധോഹോ സമരീയസ്യ ദൃഷ്ടാന്ത എന്ന പേരിൽ ദേവസ്യ സാർ നമുക്ക് നൽകിയിട്ടുള്ള നല്ല ശമരിയാക്കാരൻ്റെ കഥയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ തുടക്കം കുറിച്ചത്. നമ്മൾ ഈ എപ്പിസോഡിൽ അത് തുടരുകയാണ്. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത്
പറഞ്ഞുവല്ലോ മാനിൻ്റെ നിലയിലായി തീർന്നുവെന്ന്. അത് വിശദീകരിക്കുന്നു. വൃക്കയൂഥ പരിക്ഷിപ്ത മൃഗസ്യ ഗതിം ആപ. ഗതിം ആപ നിലയിലായി തീർന്നു. ആരുടെ? മാനിൻ്റെ. എങ്ങനെയുള്ള മാനിൻ്റെ? വൃക്കയൂഥ പരിക്ഷിപ്ത മൃഗസ്യ. വൃക്കപദത്തിന് ചെന്നായ എന്നർത്ഥം, യൂഥ പദത്തിന് കൂട്ടം എന്നർത്ഥം. അപ്പോൾ ചെന്നായ്ക്കളുടെ കൂട്ടത്താൽ പരിക്ഷിപ്ത പദത്തിന് വലയം ചെയ്ത എന്നുകൂടി അർത്ഥമുണ്ട്. അപ്പോൾ ചെന്നായ്ക്കളുടെ കൂട്ടത്താൽ വലയം ചെയ്യപ്പെട്ട, വളയപ്പെട്ട മൃഗസ്യ. മൃഗപദത്തിന് നമുക്കറിയാം, നമുക്ക് സാമാന്യമായിട്ട് അനിമൽ എന്നർത്ഥത്തിന് പുറമെ സംസ്കൃതത്തിലെ മാൻ എന്ന പ്രത്യേക അർത്ഥവും ഉണ്ടെന്ന്. അപ്പോൾ മാനിൻ്റെ നിലയിലായി തീർന്നു എന്നാണ് ദേവസ്യ സാറ് വർണ്ണിക്കുന്നത്. ബൈബിളിൽ ഇത്തരം വർണ്ണനയൊന്നുമില്ല, അത്രയില്ല. അതുപോലെ തന്നെ അവൻ്റെ നിസ്സഹായാവസ്ഥ വളരെ വർണ്ണിക്കാനായിട്ട് മാനിൻ്റെ ഉപമ സഹായിക്കുന്നുണ്ട്. മാനിൻ ഇങ്ങനെ ദുഷ്ടരായിട്ടുള്ള ചെന്നായ്ക്കൾ ചുറ്റു വളഞ്ഞാക്രമിക്കും, അതിൻ്റെ നിസ്സഹായാവസ്ഥ, അതിൻ്റെ അതുപോലെ തന്നെ എൻ്റെ ഒരു അതിൻ്റെ നിഷ്കളങ്കതയും അതിൻ്റെ അകത്തുണ്ട്. ഈ പോയ ആൾ ഒരിക്കലും ഇങ്ങനെ കള്ളന്മാർ ആക്രമിക്കുമെന്ന് വിചാരിച്ചു പാവം മനുഷ്യനോട് പോയത്. പിന്നെ ഒറ്റയ്ക്കാണ് പോയത്, കയ്യിൽ ആയുധമൊന്നും കരുതിയിട്ടില്ല എന്നൊക്കെ നമുക്ക് ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു നിഷ്കളങ്കതയുണ്ട് അതില്ലെന്ന് പറയേണ്ടി വരും. അപ്പോൾ നമുക്ക് ഊഹിക്കാൻ സാധിക്കും അയാൾ എത്രത്തോളം ഒരു ദയനീയമായ അവസ്ഥയിൽ എത്തി നിൽക്കുന്നുവെന്ന്. തുടർന്ന് അവർ എന്താണ് ചെയ്തത് അയാളെ? അവർക്ക് വേണ്ടത് പണമാണ്, അവർക്ക് വേണ്ടത് അയാളിൽ നിന്ന് പണമാണ്. അപ്പോൾ അവർ വഴിപോക്കരെ ആക്രമിക്കുന്നവരാണ്, കൊള്ളക്കാരാണ്. പക്ഷേ എങ്ങനെയാണ് അവർ അയാളോട് പെരുമാറിയത് എന്ന് വളരെ ദാരുണമായ പെരുമാറ്റമാണത്. തുടർന്ന് ദേവസ്യ സാർ എഴുതിയിട്ടുണ്ട്. ബൈബിളിലും ഉണ്ടാകുമല്ലോ വസ്ത്രമുരിഞ്ഞു എന്നൊക്കെ പറയുന്ന സംഗതികളുണ്ടല്ലോ. വിവസ്ത്രീകൃത്യ തം ഹത്വ എന്ന അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. കാവ്യ നമുക്കായിട്ട് ഈ ശ്ലോകം ആലപിച്ചു തരും. വിവസ്ത്രീകൃത്യ തം ഹത്വാ ശസ്ത്രൈ ഹൃത്വാ ധനം പുനഃ മൃതകൽപം പരിത്യജ്യ ഘാതകാസ്തേ പ്രദസ്ഥിരേ. അച്ഛാ, ഇതുമൊന്ന് വിശദീകരിച്ചേക്കാം. ഇവിടെ തേ ഘാതകാഹ എന്നാണ്, ആ ഘാതകർ എന്നാണ് അവരെ വിളിക്കുന്നത്. ആ ഘാതകർ തം വിവസ്ത്രീകൃത്യ, അയാളുടെ വസ്ത്രമുരിഞ്ഞു അയാളുടെ. ശസ്ത്രൈഹി ഹത്വ, ശസ്ത്രമെന്ന് വെച്ചാൽ ആയുധമാണ്, ആയുധം കൊണ്ട് അയാളെ പ്രഹരിച്ചു. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? പണത്തിന് വേണ്ടിയിട്ടാണ്. ധനം ഹൃത്വ, പണം അപഹരിച്ചുകൊണ്ട്. മൃതകൽപ്പം പരിത്യജ്യ പ്രതസ്ഥേന, അപ്പോഴേക്ക് അയാൾ മൃതപ്രായനായി തീർന്നു. ആ മൃതപ്രായനെ അവിടെ ഇട്ടേച്ച് അവർ കടന്നു കളഞ്ഞു. മൃതകൽപ്പം, കൽപ്പപദത്തിന് ഏതാണ്ട് എന്നർത്ഥമാണ്. അപ്പോൾ മൃതകൽപ്പം ഏതാണ്ട് മരിച്ച വക്കിലെത്തിയ, മൃതപ്രായനായ എന്നർത്ഥം. പ്രായപദത്തിനും അർത്ഥം ഏതാണ്ട് ഈ കൽപ്പാർത്ഥമാണ്. അപ്പോൾ മൃതപ്രായനായ അയാളെ പരിത്യജ്യ, കളഞ്ഞേച്ചവർ പ്രതസ്ഥിരെ, അവർ കടന്നു കളഞ്ഞു. അപ്പോൾ കേവലം പണം അപഹരിക്കുക മാത്രമല്ല, അയാളുടെ വസ്ത്രമുരിഞ്ഞു, അയാളെ ആയുധങ്ങൾ കൊണ്ട് അയാളെ മുറിപ്പെടുത്തുകയും ചെയ്തു. ഇതുമുണ്ടല്ലോ ബൈബിളിലല്ലേ? അയാളെ മുറിപ്പെടുത്തിയെന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അയാളൊരു മാനിൻ്റെ നിലയിൽ തന്നെ എത്തി നിന്നു. ആക്രമിക്കപ്പെട്ടു, നിസ്സഹായനാക്കി എന്നുള്ള ബൈബിൾ പറയുന്നു. അതെ. അപ്പോൾ അയാൾ ഈ ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള ഒരു അവസ്ഥയിൽ എത്തി നിൽക്കവേ അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് പറയുന്നു. അയാളുടെ അവസ്ഥയെക്കുറിച്ച് കൂടുതൽ പറയുന്ന അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. മൃതി ജീവിതയോർ മധ്യേ എന്നാരംഭിക്കുന്ന തൊട്ടടുത്ത ശ്ലോകവും കാവ്യ നമുക്കായിട്ട് ആലപിച്ചു തരും. മൃതി ജീവിതയോർ മധ്യേ നഷ്ടചേഷ്ടോ നിരാശ്രയഃ അശേതമാർഗപാർശ്വേ സ്വദാരപുത്രാൻ വിചിന്യ സഹ. അച്ഛാ, ഇതുകൂടി നമുക്ക് വിശദീകരിച്ചേക്കാം. ഇവിടെ അയാൾ മാർഗപാർശ്വേ അശേത എന്നാണ്, അയാൾ കിടന്നു എന്നാണ് പറയുന്നത്. ഇവിടെ വഴിയരികിൽ പാതയോരത്ത് കിടന്നു. പാതയോരത്തെ പാതകം എന്നോ മറ്റോ ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഒരു ശീർഷകം കൊടുക്കാൻ സാധിക്കുക. ഏതൊരു പുസ്തകത്തിൽ കണ്ടതാണ്. അതാണ് ഇവിടെ ദേവസ്യ സാർ അനുസ്മരിപ്പിക്കുന്നത്. മാർഗപാർശ്വേ അശേത, വഴിയരികിൽ പാതയോരത്ത് കിടന്നു എന്ന്. ആര്? സഹ, അയാളുടെ വിശേഷണമാണ് ബാക്കി വാക്കുകളൊക്കെ. മൃതി ജീവിതയോർ മധ്യേ നഷ്ടചേഷ്ട, അനക്കമറ്റ് കിടക്കുകയാണ്. മൃതി ജീവിതയോഹു മധ്യേ, ജീവിതത്തിനും മരണത്തിനുമിടയിലാണ് അവസ്ഥ. അപ്പോൾ മരിച്ചോ ഇല്ല, ജീവിക്കുന്നുണ്ടോ ഏതാണ്ട് ആ ഒരു മട്ടിലാണ്. അപ്പോൾ മരണത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഇടയ്ക്ക് ചേഷ്ട നഷ്ടപ്പെട്ട് അനക്കമറ്റ് കിടക്കുകയാണ് അയാൾ എന്ന് വർണ്ണിക്കുന്നു. നിരാശ്രയ, ആരും സഹായിക്കാനില്ല.
നിസ്സഹായനായി അസഹായനായിട്ട് അയാളവിടെ കിടക്കുകയാണ്. ആശ്രയമറ്റ് അയാളവിടെ കിടക്കുകയാണ്. പിന്നെ അപ്പോൾ കിടക്കുമ്പോൾ പോലും അയാൾ ചിന്തിക്കുന്നത് തൻ്റെ ഭാര്യയെയും മക്കളെയും കുറിച്ചാണ് എന്നുകൂടി ദേവസ്യ സാറ് കുറിക്കുന്നുണ്ട്. ബൈബിളിൽ അങ്ങനെയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭാര്യയും മക്കളുടെ കാര്യമൊന്നും ഇല്ല. പക്ഷേ ഇവിടെ ദേവസ്യ സാറ് അതുകൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. സ്വദാരപുത്രാൻ വിചിന്തിയ എന്ന് തൻ്റെ ഭാര്യയെയും മക്കളെയും കുറിച്ച് ഓർത്തുകൊണ്ട് അയാൾ വഴിയരികിൽ കിടന്നു. അതെ, ഒരു നല്ല കൂട്ടിച്ചേർക്കലാണ്. തീർച്ചയായിട്ടും ഭാര്യയും മക്കളെയും ഓർക്കുമല്ലോ. കാരണം താൻ ഇനി ജീവനോടെ അവരെ കാണുമോ എന്നൊക്കെ അയാൾ ചിന്തിക്കുമല്ലോ. തീർച്ചയായിട്ടും അയാൾ അവരെക്കുറിച്ച് വിചാരിച്ചു പോകുമല്ലോ. അപ്പോൾ അയാൾ ഭാര്യയും മക്കളെയും കുറിച്ച് ഓർത്തുകൊണ്ട് വഴിയരികിൽ കിടന്നു എന്ന് പറയുന്ന പദ്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. തുടർന്ന് അവിടെ ആരൊക്കെ വന്നു, അതുവഴി ഏതാനും പേർ കടന്നു പോകുന്നുണ്ട്. അവരെ വർണ്ണിക്കാൻ തുടങ്ങുകയാണ്. അവരിൽ ആരൊക്കെയാണ് അയാളെ സഹായിച്ചത്, ആരാണ് അയാളെ സഹായിച്ചത്, ആരൊക്കെ സഹായിച്ചില്ല എന്നാണ് നീ തുടർന്ന് പറയാൻ പോകുന്നത്. അതുവഴി ഒരു പുരോഹിതൻ വരാനിടയായി എന്നാണ് പറയുന്നത്. വരാനിടയായി എന്ന് പറയുന്നൊരു അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കാം. തസ്മിന്നേവ ക്ഷണേ തേന എന്നാരംഭിക്കുന്ന തൊട്ടടുത്ത ശ്ലോകത്തിലേക്ക് കാവ്യ നമുക്കായിട്ട് ആ ശ്ലോകം ആലപിച്ചു തരും. തസ്മിന്നേവ ക്ഷണേ തേന പഥാ കശ്ചിത് പുരോഹിതഃ സമാപ്തദിനകൃത്യസ്വ മന്ദിരം ഗന്തുമായയൗ. അച്ഛാ, ഇതുമൊന്ന് വിശദീകരിച്ചേക്കാം. അവിടെ ഒരു പുരോഹിതൻ എത്തുകയാണ്. തസ്മിനേവ ക്ഷണേ, ആ സമയത്തു തന്നെ കശ്ചിത് പുരോഹിത, ഏതോ ഒരു പുരോഹിതൻ അവിടെ ആയയൗ വന്നു ചേർന്നുവെന്ന്. തേന പഥ ആയയൗ, ആ വഴിയെ വന്നു, ആ വഴിയെ വരാനിടയായി എന്ന്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന ഏതാനും വാക്കുകൾ വളരെ പ്രസക്തമാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഒരു തിരക്കിട്ടൊന്നും പോകുന്നില്ല. കാരണം പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ് വരവ്. ഒരു പുരോഹിതനാണ്. അപ്പോൾ അദ്ദേഹം തൻ്റെ ദിനകൃത്യങ്ങൾ, ഈ രാവിലെ ചെയ്യേണ്ട പൗരോഹിത്യ കർമ്മം കഴിഞ്ഞിട്ടുള്ള വരവാണ്. അത് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ദേവസ്യ സാറ്. സമാപ്ത ദിനകൃത്യ എന്ന്. അപ്പോൾ തന്നെ പൗരോഹിത്യം രാവിലെ ചെയ്യേണ്ട പൗരോഹിത്യം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വരവാണ്. അതുമാത്രമല്ല, എങ്ങോട്ട് പോകുന്നു അതുകൂടി പറയുന്നു. സ്വമന്ദിരം ഗന്തും, തൻ്റെ വീട്ടിലേക്കുള്ള യാത്രയിലാണ്. തൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് തേന പഥ ആയയൗ, ആ വഴിയെ വരാനിടയായി എന്ന്. അപ്പോൾ അതിലൊക്കെ പ്രാധാന്യമുണ്ടല്ലോ അല്ലേ? പ്രാധാന്യമൊന്നുമില്ല, അതിനകത്ത് ഒരു കടുത്ത വിമർശനം ഉണ്ടല്ലോ. അതെ. പുരോഹിതന്മാരെന്ന് പറയുന്നത് വെറും ചുരീസം, ആചാര്യാനുഷ്ഠാനങ്ങൾ ചെയ്താൽ പോരാ. ഇത് നമ്മുടെ അന്ത്യവിധിയുടെ നിമിഷമായിട്ട് ഇതിനെ താരതമ്യം ചെയ്യുമ്പോഴേ, അന്ത്യവിധിയുടെ അവസരത്തിൽ ക്രിസ്തു ചോദിക്കുന്നത്, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷണം തന്നോ, ദാഹിച്ചു കുടിക്കാൻ തന്നോ, ഞാൻ പരദേശിയായിരുന്നു, അതുപോലെ തന്നെ കാരാഗ്രഹവാസി ഞങ്ങൾ സന്ദർശിച്ചു. അങ്ങനെ അപ്പം മനുഷ്യത്വമാണ് അന്വേഷിക്കുന്നത്. അപ്പം ഇവിടെ ഒരു ആചാരാനുഷ്ഠാനങ്ങൾക്കല്ല ക്രിസ്തു പ്രാധാന്യം കൊടുത്തത്. ഞാൻ കരുണയാണ് ആഗ്രഹിക്കുന്നത്, ബലിയല്ല. അപ്പോൾ ക്രിസ്തുവിൻ്റെ പഠനത്തിൻ്റെ ഒരു പ്രധാന മർമ്മമാണത്. വേറെ ആചാരാനുഷ്ഠാനങ്ങൾ മാത്രമായി കഴിഞ്ഞാൽ അത് അർത്ഥരഹിതമാകുന്നുള്ള ഒരു വിമർശനം ഇതിനകത്തുണ്ട്. ഇതിൽ ഈ വാചകമുണ്ടോ ബൈബിളിൽ? അതായത് ഈ സമാപ്ത ദിനകൃത്യ, രാവിലത്തെ പൗരോഹിത്യ കർമ്മം കഴിച്ചിട്ടാണ് വരവ് എന്നത്? അതങ്ങനെയില്ല. പക്ഷേ ആ വഴിയെ കടന്നുപോയി, ആ വഴിയെ വരാനിടയായി എന്ന് പറയുന്നുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ അയാൾ എങ്ങനെയാണ് പ്രതികരിച്ചത്? അതാണ് തൊട്ടടുത്ത ശ്ലോകത്തിൽ അവഗണിച്ചു പോയെന്നുള്ളതാണ് അവിടുത്തെ. അതെ. അത് എങ്ങനെയാണ് ദേവസ്യ സാർ നമുക്ക് നൽകിയതെന്ന് കൂടി നോക്കാം. ശയാനം മാർഗ പാർശ്വേതം എന്നാരംഭിക്കുന്ന തൊട്ടടുത്ത ശ്ലോകത്തിലാണ് ഇപ്പോൾ അച്ഛൻ പറഞ്ഞ ആ ദാരുണമായ പെരുമാറ്റം നമ്മൾ കാണുന്നത്. എങ്ങനെ പെരുമാറിക്കൂടെയോ അങ്ങനെയാണ് ഒരു പുരോഹിതൻ പെരുമാറാൻ പോകുന്നത്. സാധാരണക്കാരനല്ല, പുരോഹിതനാണ്. അപ്പോൾ അത് നമുക്ക് നോക്കാം. കാവ്യ നമുക്കായിട്ട് ആ ശ്ലോകം ആലപിച്ചു തരും. ശയാനം മാർഗപാർശ്വേതം ദീനം ദൃഷ്ട്വാ പുരോഹിതഃ അഗാധപരപാർശ്വേന പരാകൃത്വാ നിജാനനം. അപ്പോൾ ഇതും കൂടി ഒന്ന് വിശദമാക്കിയേക്കാം. ഇവിടെ എങ്ങനെയാണ് അയാൾ പെരുമാറിയത് എന്ന് പറയുന്നു. പുരോഹിതഃ മാർഗപാർശ്വേ ശയാനം തം ദീനം ദൃഷ്ട്വാ, കാണായില്ല, കണ്ടു. പുരോഹിതൻ അയാളെ കണ്ടിട്ട് എന്നാണ്. ദൃഷ്ടുവ, കണ്ടിട്ട്. ആരെ? തം ദീനം, ആ അവശനെ,
അപ്പോൾ അയാൾ അവശനാണ്, മൃതപ്രായനാണ്. അയാളെ കണ്ടിട്ട് എങ്ങനെയുള്ള അയാളെ മാർഗപാർശ്വേ ശയാനം, വഴിയരികിൽ കിടക്കുന്ന, പാതയോരത്ത് കിടക്കുന്ന തം ദീനം ദൃഷ്ട്വ, അവശനെ കണ്ടിട്ട് എന്തു ചെയ്തു അത്രേ? നിജാനനം പരാകൃത്വ, തൻ്റെ മുഖം തിരിച്ചുകൊണ്ടാണ് പോയത്. തൻ്റെ മുഖം തിരിച്ചുകൊണ്ട് പരാകൃത്വ, തിരിച്ചുകൊണ്ട് അപരപാർശ്വേന അഗാത്, പാർശ്വപദത്തിന് അരിക് എന്നർത്ഥമാണ്. അപരപാർശ്വേന മറ്റേ അരികു ചേർന്നു കടന്നുപോയി എന്ന്. അങ്ങനെ തന്നെയാണല്ലോ ബൈബിളിലും അല്ലേ? മറ്റേ അരികു ചേർന്നു കടന്നുപോയി, മറ്റേ ഭാഗത്തൂടെ കടന്നുപോയി. അതെ, അത് ദൈവവിരുദ്ധമായ മാർഗമാണ് എന്ന് വേണം കരുതുവാനല്ലേ. അപ്പോൾ മറ്റേ അരികു ചേർന്ന് കടന്നുപോയി എന്നാണ് ഇവിടെ ദേവസ്യ സാറ് വിവരിക്കുന്നത്. അതിനുപയോഗിക്കുന്ന വാക്കുകൾ ഇതാണ്: അപര പാർശ്വേന അഗാത് എന്ന്. അപ്പോൾ അങ്ങനെയാണ് പുരോഹിതൻ പെരുമാറിയത്. അപ്പോൾ ഇവിടെ ഏതാനും സംഗതികൾ പ്രധാനമാണെന്ന് തോന്നുന്നു. അയാൾക്ക് വേണമെങ്കിൽ, പുരോഹിതന് വേണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് അയാളെ സഹായിക്കാനുള്ള എല്ലാ സാഹചര്യവുമുണ്ട്. അദ്ദേഹം വീട്ടിലേക്ക് പോവുകയാണ്, ആ വഴിയെ വരാനിടയായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു യാത്രയിലൊന്നുമല്ല, ഒരു തിരക്കുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പുരോഹിതൻ എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും അയാളെ സഹായിക്കേണ്ടതാണ്. അതാണ് അദ്ദേഹം ഈ തിരക്കില്ല എന്ന് പറയാൻ പ്രത്യേകം ദേവസ്യ സാർ കണ്ടെത്തിയ വാക്കുകൾ വളരെ പ്രധാനമാണെന്ന് തോന്നുന്നു. സമാപ്ത ദിനകൃത്യ, അതായത് ഈ പൗരോഹിത്യ കർമ്മം ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിൽ ഒരു ഒഴികഴിവ് പറയാം. താൻ ഒരു പൗരോഹിത്യ കർമ്മത്തിലേക്ക് നടത്താൻ വേണ്ടി പോവുകയാണ് എന്ന് പറയുമ്പോൾ അയ്യോ അവിടെ രക്തം ഒക്കെ കൊണ്ട് അശുദ്ധമായി പോകുമോ എന്നൊക്കെ ചിന്തിച്ചേക്കാം. അതൊന്നുമല്ല. രാവിലത്തെ പൗരോഹിത്യ കർമ്മം അവസാനിപ്പിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്, വിശ്രമിക്കാനോ മറ്റുമോ. തീർച്ചയായും സഹായിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. എന്നിട്ടും പുരോഹിതൻ മുഖം തിരിച്ചുകൊണ്ട്, അത് നോക്കാൻ പോലും കൂട്ടാക്കിയില്ല. കണ്ടപ്പോൾ കാര്യം പിടികിട്ടി, എന്നിട്ട് മുഖം തിരിച്ചുകൊണ്ട് അയാൾ മറ്റേ അരികത്തൂടെ കടന്നുപോയി. അവഗണിച്ചെന്നുള്ളത് ബൈബിൾ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ. മറുവശത്തൂടെ കടന്നുപോയെന്ന് പറയുമ്പോൾ അതിനെ പൊലിപ്പിച്ച് സാറ് എഴുതിയതാണ്. മറ്റൊരാൾ കൂടി കടന്നു വരുന്നുണ്ട് അച്ഛാ, അതുകൂടി നമുക്ക് നോക്കാം. അത് ഒരു ലേവിയനാണ് കടന്നു വരുന്നത്. ലീവൈറ്റ് എന്നിംഗ്ലീഷിൽ പറയുന്ന ആളുകളാണ്. അഥാത്ര ലേവിയ കശ്ചിത് എന്നാരംഭിക്കുന്ന അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. കാവ്യ നമുക്കായിട്ട് ആ ശ്ലോകം ആലപിച്ചു തരും. അഥാത്ര ലേവിയ കശ്ചിത് ആയയൗ സത്കുലോദ്ഭവഃ തം വീക്ഷ്യ പരപാർശ്വേന സോപി ശീഘ്രതരം യയൗ. അപ്പോൾ ചൈതും കൂടി ഒന്ന് വിശദമാക്കിയേക്കാം. ആരാണ് തൊട്ടടുത്തായിട്ട് വരുന്നത്? ഒരു ലേവിയനാണ്. അഥ തുടർന്ന് എന്നർത്ഥം. അഥ എന്ന വാക്കിന് അനന്തരം എന്നർത്ഥമുണ്ട്, തുടർന്ന് എന്നർത്ഥം. സത്കുലോദ്ഭവ കശ്ചിത് ലേവിയ. ലേവിയന് വിശേഷണമുണ്ട്, പുരോഹിതന് വിശേഷണം വേണ്ടതില്ല. കാരണം ആ വാക്ക് തന്നെ പറഞ്ഞാൽ മനസ്സിലാകുമല്ലോ. പക്ഷേ ലേവിയന് വിശേഷണം അദ്ദേഹം നൽകുന്നു. സത്കുലോദ്ഭവ, സത്കുല ജാതനാണ്, ഉത്കൃഷ്ട കുലജാതനാണ്, കുടുംബത്തിൽ പിറന്നവനാണ്, തറവാട്ട് മഹിമയുള്ളവനാണ്. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയൊന്നും പറയുന്നില്ല. പക്ഷേ സാർ ഇതിൻ്റെ അകത്ത് അതിൻ്റെ മർമ്മം കണ്ടെത്തിയ ഇത് എല്ലാം ചേർത്തിരിക്കുന്നത്. അതായത് സഹായിക്കേണ്ടവരൊന്നും സഹായിച്ചിട്ടില്ല, അവർ അവഗണിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും ഉന്നതരായിട്ടുള്ളവരെല്ലാം, ഉന്നത ശീർഷരായിട്ടുള്ള, അല്ലെങ്കിൽ ഇച്ചോരോ വലിയ സ്ഥാനമുള്ളവർ ഈ എളിയ മനുഷ്യനെ അവഗണിച്ചു എന്നുള്ളതാണ് ബൈബിളിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അതിനോട് ചേരുന്ന രീതിയിലാണ് സാർ കൂട്ടിച്ചേർത്തത്. അല്ല, ഞാനിവിടെ ശ്രദ്ധിച്ച ഒരു കാര്യം പറയട്ടെ. അതായത് പുരോഹിത എന്ന വാക്ക് തൊട്ട് മുമ്പിൽ വന്നത് ഒരു പുരോഹിതനാണല്ലോ, തൊട്ട് മുമ്പ് വന്നത്. അപ്പോൾ വിശേഷണമൊന്നുമില്ല, പുരോഹിത മതി. പെട്ടെന്ന് തന്നെ നമുക്ക് വിശേഷണത്തിന്റെ ആവശ്യമില്ല. പക്ഷെ ലേവിയൻ എന്ന് പറയുമ്പോൾ വിശേഷണം വേണം. ഇപ്പോൾ എന്നെ പോലുള്ള ഒരു വായനക്കാരന് തീർച്ചയായിട്ടും ലേവിയൻ എന്ന് പറയുമ്പോൾ നമുക്കറിയില്ലല്ലോ ആരാണ്. മാത്രമല്ല സാറ് മെയിനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു ക്രൈസ്തവരായ ആൾക്കാർ ഉദ്ദേശിച്ചാണ് എഴുതിയിരിക്കുന്നത് കൂടുതൽ. വായിക്കുന്നവർക്ക് മനസ്സിലാകാനും കൂടെ സഹായിക്കും. അതെ. അപ്പോൾ വിശേഷണമുണ്ട്, കാരണം അത് വേണം താനും. അതുകൊണ്ടാണ് പുരോഹിത എന്ന വാക്കിന് വിശേഷണം എഴുതാത്ത ദേവസ്യ സാർ മനഃപൂർവ്വമായിട്ട് ലേവ്യ എന്നയാൾക്ക് വിശേഷണം നൽകി. അയാൾ ഉത്കൃഷ്ട കുലജാതനാണ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സത്കുലോദ്ഭവ, നല്ല കുലത്തിൽ പിറന്നവനാണ്. അതുകൊണ്ട് തന്നെ അയാളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ് എന്നുകൂടി നമുക്ക് മനസ്സിലാവും. വിരോധാഭാസമാണ്. അപ്പോൾ സത്കുലോദ്ഭവ കശ്ചിത് ലേവിയ അത്ര ആയയൗ, അവിടെ എത്തി. അയാളും അതുവഴി വരാൻ ഇടയായി എന്നർത്ഥം. അതുവഴി വരാനിടയായി. പുരോഹിതൻ എപ്രകാരമോ അപ്രകാരം തന്നെ അയാളും അതുവഴി വരാനിടയായി. വലിയ തിരക്കൊന്നുമില്ല, ഒരു യാത്രയിലും ഏർപ്പെട്ടിട്ടില്ല,
അതുവഴി വരാനിടയായി എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് പറഞ്ഞാൽ അയാൾക്ക് സഹായിക്കാമായിരുന്നുവെന്ന് അതിലൂടെ ഉദ്ദേശിക്കുക കൂടിയാണല്ലോ. അയാൾ എന്ത് ചെയ്തു അത്രേ? സോപി സഹാപി തം വീക്ഷ്യ, കാണാതിരുന്നില്ല, കണ്ടിട്ട് എന്തു ചെയ്തു അത്രേ? അപരപാർശ്വേന, മറ്റേ അരികത്തുകൂടി ശീഘ്രതരം യയ്യൗ. അവിടെ ദേവസ്യാസാറിൻ്റെ ഒരു കുസൃതിയുണ്ട്. പുരോഹിതൻ കടന്നുപോയി എന്നേ പറയുന്നുള്ളൂ. ഇയാളാണെങ്കിൽ കുറെ കൂടി വേഗത്തിൽ കടന്നുപോയി. ശീഘ്രതരം യയ്യൗ എന്ന് കുറെ കൂടി വേഗത്തിൽ കടന്നുപോയി. അങ്ങനെയൊന്നും ബൈബിളിലില്ല. എങ്കിൽ പോലും അദ്ദേഹം ശീഘ്രതരം, ഈ തരപദം നമ്മളെപ്പോഴും അത് കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. ഇപ്പോൾ നമ്മൾ തമ പദങ്ങളാണ് സംസ്കൃതത്തിൽ ഈ കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവുമായി ഉപയോഗിക്കുക. നമ്മൾ ഇംഗ്ലീഷിലാണെങ്കിൽ ERഉം ESTയും ഒക്കെ അല്ലേ സാധാരണയായിട്ട്. ഈ ബൈബിളിലെ വിവരണങ്ങളൊക്കെ ഏറ്റവും ലളിതമായിട്ട് എന്ന് പറഞ്ഞാൽ പക്ഷേ ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ എഴുതാൻ തോന്നുമായിരിക്കും. കൂട്ടിച്ചേർക്കലെല്ലാം ഇണങ്ങുന്ന രീതിയിൽ. അതെ, തീർച്ചയായും. അസ്ഥാനത്തല്ലല്ലോ ഒന്നും. ഞാൻ പറഞ്ഞത് ആ ER EST പ്രയോഗമുണ്ടല്ലോ ഇംഗ്ലീഷിൽ, അതിന് സമാനമായിട്ടാണ് നമ്മുടെ തരതമ പദങ്ങൾ വരുന്നത്. ഇപ്പോൾ സുന്ദരം, സുന്ദരതരം, സുന്ദരതമം, അതുപോലെയാണ് ഇവിടെ ശീഘ്രതരം എന്ന് പ്രയോഗിച്ചു, കൂടുതൽ വേഗത്തിൽ. അത് ഈ സൂപ്പർലേറ്റീവിനെക്കാളും ഫലം ചെയ്യും കേട്ടോ. ഈ കമ്പാരിറ്റീവ് ഡിഗ്രിയിലെ പ്രയോഗങ്ങൾ കൂടുതൽ വേഗത്തിൽ കടന്നുപോയെന്ന് അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് അവിടെ. അപ്പോഴാണ് അവിടെ മറ്റൊരാൾ കടന്നു വരുന്നത്. അതിനു മുമ്പ്, അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇതിൻ്റെ തുടക്കം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു നിയമ വിദഗ്ധൻ അയാൾ ഈശോയെ ചോദ്യം ചെയ്യുകയാണ്. ആ ചോദ്യം ചെയ്യലിന് ശേഷം സ്വയം നീതീകരിക്കാൻ വേണ്ടി ചോദിക്കുന്നു. അതായത് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കൂ എന്ന് ഈശോ പറയുമ്പോൾ സ്വയം നീതീകരിക്കാൻ വേണ്ടി ചോദിക്കുകയാണ്, ആരാണാവോ എൻ്റെ അയൽക്കാരൻ. നമ്മളത് കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ്. ഇവിടെ നിയമ വിദഗ്ധൻ എന്നല്ലേ, നിയമേ പട്ടുഹു എന്നാണ്. പട്ടു പദത്തിന് സമർത്ഥന എന്നർത്ഥമാണ്. അപ്പോൾ ഇവിടെ എനിക്കൊരു സംഗതി ഓർമ്മ വരുന്നത്, ബൈബിൾ പശ്ചാത്തലം കൂടി അച്ഛനെന്ന് പറയണം. ഈ നിയമ വിദഗ്ധരെ എങ്ങനെയാണ് ബൈബിൾ നോക്കിക്കാണുന്നത്? നിയമവിദഗ്ധരും അതുപോലെ തന്നെ സദൂക്കായരും ഫരിസേയരുകളും ഇവരൊക്കെ അന്നത്തെ സമൂഹത്തിലെ വലിയ മാന്യന്മാരാണ്. അവർക്ക് ഈ ക്രിസ്തു പല വ്യവസ്ഥിതികളെയും തകിടം മറിക്കുക, അവരുടെ പല ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും എല്ലാം ക്രിസ്തു എല്ലാം പാലിച്ചില്ലെന്ന് പറഞ്ഞാൽ നല്ലതിനെല്ലാം പാലിച്ചു, മാറ്റേണ്ടതിനെ മാറ്റാൻ ശ്രമിച്ചു. അത് ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് എപ്പോഴും ക്രിസ്തു ഇവർ തമ്മിൽ ഒരസലായിരുന്നു, ഒരു പുച്ഛത്തോടെയാണ്. അല്ലെങ്കിൽ ഞങ്ങളൊക്കെ വലിയ ആൾക്കാർ, ഇവൻ പറയുന്നത് എന്താ അപ്പം പുച്ഛിക്കാനായിട്ട് അവസരം കിട്ടുന്നതെല്ലാം അവർ ഉപയോഗിക്കുമായിരുന്നു. അതുകൊണ്ട് ചോദ്യത്തിലൂടെ ചോദ്യം ചോദിക്കാൻ ഉത്തരം അറിയത്തില്ലെങ്കിൽ യേശുവിനെ പുച്ഛിക്കാമല്ലോ. അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അവരുമായിട്ട് ഒരസലായിരുന്നു. ഒരസലിന് കാരണം അതാണ്, ക്രിസ്തു അന്നത്തെ സാമൂഹിക വ്യവസ്ഥയ്ക്കും അന്നത്തെ നീതിന്യായ വ്യവസ്ഥയ്ക്കും അന്നത്തെ ധാർമ്മികതയ്ക്കും അപ്പുറം കിടക്കുകയാണ്. താഴോട്ട് പോയല്ല, അതിൻ്റെ അപ്പുറം കിടക്കുകയാണ്, ട്രാൻസെൻഡ് ചെയ്യണം. അപ്പോൾ അന്നേരം ഉണ്ടാകുന്ന സംഘർഷങ്ങളും ഒരസലുകളുമാണ്. അപ്പോൾ അവർ ക്രിസ്തുവിനെ ഒരു തരം താഴ്ന്ന രീതിയിൽ ഈ ലുക്ക് ഡൗൺ അപ്പോൺ എന്ന് പറയല്ലേ, ഒരു കെടുത്താനാണ് അവർ പരിശ്രമിക്കുന്നത്. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഓർമ്മ വരുന്നത്, ഒരു അത്ഭുതം തോന്നുമായിരിക്കാം ചിലപ്പോൾ, ഈ നിയമ വിദഗ്ധൻ എന്ന പദം ആർഷഭാരതത്തിലും അത്ര കണ്ടൊരു പ്രശംസാർഹമായ പദമായിട്ടല്ല കരുതുന്നത്. ഇവരെ നമ്മൾ നോക്കിക്കാണുന്നത് ഒരു പ്രശംസാർഹമായിട്ടല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം നിയമം എന്ന് വെച്ചാൽ നീതിയാണ്. അപ്പോൾ നമ്മൾ രണ്ട് പദങ്ങളുണ്ട്, രണ്ട് സംഗതികളുണ്ട്, ധർമ്മവുമുണ്ട് നീതിയുമുണ്ട്. ഇതിൽ ശ്രേഷ്ഠം ധർമ്മമാണ്. അപ്പോൾ ഈശോ നമുക്ക് പറയാം ധർമ്മത്തിൻ്റെ അവതാരമാണ് എന്ന്. അവിടെ നീതി എന്നത് ധർമ്മത്തിന് താഴെ മാത്രമേ, കാരണം നീതി എന്നത് കാലമനുസരിച്ചും ദേശമനുസരിച്ചും മാറിക്കൊണ്ടേയിരിക്കുന്നതാണ് നിയമം. അപ്പോൾ ആ മനുഷ്യൻ നിയമത്തിൻ്റെ മുകളിലാണ്. ഇന്ന് നമ്മൾ കാണുന്നത് ഈ നിയമത്താൽ വരിഞ്ഞു മുറുക്കപ്പെട്ട മനുഷ്യരെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നില്ലേ, അപ്പോൾ അവിടെ മനുഷ്യൻ നിയമത്തിൻ്റെ മുകളിലാണ്, മനുഷ്യന് വേണ്ടിയാണ് നിയമങ്ങൾക്ക് വേണ്ടിയല്ല മനുഷ്യർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. പക്ഷേ ധർമ്മം അത് ശാശ്വതമാണ്, അത് കാലദേശങ്ങൾക്കനുസരിച്ച് മാറുന്നതല്ല ധർമ്മം. പക്ഷെ നിയമം അത് നീതിയുടെ മറ്റൊരു വാക്കാണ് നിയമം എന്നത്. ശരിക്കും ധർമ്മമുള്ളവർക്ക് ഒരു നിയമങ്ങളെ ആവശ്യമില്ല. അതെ. അപ്പോൾ അവിടെ ധർമ്മമാണോ നീതിയാണോ ഏതാണ് സ്വീകരിക്കേണ്ടത് എന്നൊരു സംഘർഷം വന്നാൽ തീർച്ചയായിട്ടും ധർമ്മത്തിൻ്റെ പാതയിലൂടെയാണ് ചലിക്കേണ്ടത്, ധർമ്മമാണ് സ്വീകരിക്കേണ്ടത് എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ ഇവിടെ ഈ നീതിയെക്കുറിച്ച് ഇതുകൂടി പറയാം. ഒരു ശ്ലോകമുണ്ട്, അച്ഛൻ ഭർതൃഹരിയുടെ ഒരു ആരാധകൻ കൂടിയാണെന്ന് തോന്നുന്നു അല്ലേ? ഭർതൃഹരിയുടെ വാക്യപതീയമാണ് അച്ഛൻ, അതിലാണ് ഗവേഷണം
ചെയ്യുന്നത്. വാക്യപതിയം എഴുതിയ ഭർതൃഹരിയും ഞാനിപ്പോൾ പറയാൻ പോകുന്ന ശതകത്രയം, അതിലെ ഒരു ശ്ലോകമാണ് ഞാനിപ്പോൾ അനുസ്മരിക്കാൻ പോകുന്നത്. അതിലെ ഭർതൃഹരിയും ഒരാളാണെന്നും അല്ല വെവ്വേറെയാണെന്നുമൊക്കെ വാദങ്ങളുണ്ട്. അത് എന്തുമായിക്കൊള്ളട്ടെ, ഞാനിവിടെ പറയാൻ പോകുന്നൊരു ശ്ലോകം അതിലേക്ക് വരാം. അവിടെ ഈ നിയമവിദഗ്ധരെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് നിയമവിദഗ്ധർ നിന്ദിക്കട്ടെ അല്ലെങ്കിൽ സ്തുതിക്കട്ടെ, ധീരന്മാർ ന്യായത്തിൻ്റെ മാർഗത്തിൽ നിന്ന് ഒരടി പോലും മാറി സഞ്ചരിക്കുകയില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ വരി. നിന്ദന്തു നീതി നിപുണാഹ യതിവാ സ്തുവന്തു. ഒന്നാമത്തെ വരിയാണ്. നീതി നിപുണന്മാർ, ആ വാക്ക് തന്നെയാണ് ഇവിടെയും അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. നീതിമാന്മാർ, നിയമവിദഗ്ധർ, നിയമം മാത്രമേ അവർ നോക്കൂ, അവർക്ക് യാതൊരു വിട്ടുവീഴ്ചയുമില്ല, നിയമത്തിൻ്റെ കണ്ണിലൂടെ മാത്രമേ അവർ എല്ലാം നോക്കി കാണൂ. അപ്പോൾ നിയമത്തിൽ ഇങ്ങനെ ഉരുക്കുമുഷ്ടി പിടിക്കുന്ന നിയമവിദഗ്ധർ അവർ നിന്ദിക്കട്ടെ അല്ലെങ്കിൽ അഭിനന്ദിക്കട്ടെ, ധീരന്മാർ ന്യായത്തിൻ്റെ മാർഗത്തിൽ നിന്ന്, ന്യായത്തിൻ്റെ എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ വ്യക്തമായി അദ്ദേഹം വരച്ചു കാട്ടുകയാണ്, നിയമം വേറെ ന്യായം വേറെ. ന്യായത്തിൻ്റെ മറ്റൊരു വാക്കാണ് ധർമ്മം എന്നത്. അപ്പോൾ ഈശോ തീർച്ചയായും നിയമത്തിൻ്റെ പ്രതിനിധിയല്ല, ന്യായത്തിൻ്റെ ധർമ്മത്തിൻ്റെ പ്രതിനിധിയാണ്. ഇതൊരു ഇൻവേഴ്സ് റേഷ്യോ ആണെന്ന് തോന്നുന്നു. നമ്മൾ ധർമ്മം കൂടുന്നിടത്ത് നിയമം കുറയും, അതെ അതെ, നിയമം കൂടുന്നിടത്ത് ധർമ്മം. അങ്ങനെയല്ലല്ലോ വേണ്ടത്, പക്ഷെ അങ്ങനെയാണ് കണ്ടുവരുന്നത്. നമ്മൾ ധർമ്മത്തെ വളർന്നു കഴിയുമ്പോൾ നിയമത്തിൽ നിന്നും നിയമത്തെ നമ്മൾ ട്രാൻസെൻഡ് ചെയ്യും. അതെ അതെ. അപ്പോൾ ഈ ന്യായത്തിൻ്റെ മാർഗത്തിൽ നിന്ന് ധീരന്മാർ ഒരടി പോലും മാറി സഞ്ചരിക്കുകയില്ല എന്നാണ് ഭർതൃഹരി ആ ശ്ലോകം അവസാനിപ്പിക്കുന്നത്. ഇടയ്ക്ക് 3 വരികളുണ്ട്, നമ്മളതിലേക്ക് കടക്കേണ്ട. ഇതൊന്നുകൂടി പറയാം. നിന്ദന്തു നീതി നിപുണാഹ യതി വാസ്തുവന്തു. നീതി നിപുണന്മാർ, നിയമവിദഗ്ധർ നിന്ദിക്കട്ടെ അല്ലെങ്കിൽ അഭിനന്ദിക്കട്ടെ, ധീരന്മാർ ന്യായത്തിൻ്റെ മാർഗത്തിൽ നിന്ന് ഒരടി പോലും വ്യതിചലിക്കുകയില്ല. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ആർ ന്യായത്തിൻ്റെ മാർഗത്തിൽ നിന്ന് ഒരടി പോലും വ്യതിചലിക്കുകയില്ലയോ അവരാണ് ധീരന്മാർ. ഇപ്പോൾ നിയമജ്ഞർ, നിയമവിദഗ്ധർ നിന്ദിച്ചാലും അഭിനന്ദിച്ചാലും ആര് ന്യായത്തിൻ്റെ വഴിയിൽ നിന്ന് ഒരടി പോലും മാറി സഞ്ചരിക്കുകയില്ലയോ അവരാണ് ധീരന്മാർ. അപ്പോൾ തീർച്ചയായും നിയമത്തിൻ്റെ ആ ഘട്ടത്തിൽ നിന്ന് നമ്മൾ മുകളിലോട്ട് പോകണം അല്ലേ? അതാണ് കൂടുതൽ ഉന്നതമായൊരു സ്ഥാനം. അത് ബൈബിളിലാണെങ്കിലും പൗരസ്ലിഹ ആണെങ്കിലും പറയുന്നുണ്ട്. പാവം വർദ്ധിച്ചെടുത്താണ് നിയമങ്ങൾ വർദ്ധിക്കുന്നത്. അതെ അതെ, തീർച്ചയായും. അപ്പോൾ അച്ഛാ, നമ്മളിന്ന് ചർച്ച ചെയ്തത് സാധോഹോ സമരീയസ്യ ദൃഷ്ടാന്തഃ എന്ന പേരിൽ ദേവസ്യ സാർ നമുക്ക് നൽകിയ ആ നല്ല ശമരിയാക്കാരൻ്റെ ഉപമ എന്ന അന്യാപദേശ കഥയാണ്. ഇനിയും ഉണ്ട് അതിൽ ഏതാനും പദ്യങ്ങൾ കൂടി. നമുക്കത് അടുത്ത എപ്പിസോഡിൽ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ഗുഡ്നെസ് TV യിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.